നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ യു മീഡിയ ഒരു ജ്യോതിഷ ആത്മീയ ചാനലാണ്. അപ്പോൾ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവരും അതിൽ താല്പര്യം അധികമായി ഉള്ളവരും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവായി പറയുന്നവയാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ലഗ്നവും ജീവിത പങ്കാളിയുടെ രഹസ്യവും എന്ന വീഡിയോ പരമ്പരയിലെ അവസാനത്തെ വീഡിയോ ആയ മീനലഗ്നവും അവരുടെ ജീവിത പങ്കാളിയുടെ രഹസ്യങ്ങളെയും കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. മേടം മുതൽ കുംഭം വരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മീനലഗ്നവും അവരുടെ ജീവിത പങ്കാളിയുടെ രഹസ്യങ്ങളെ കുറിച്ചിട്ടാണ്. മീനലഗ്നം കാലപുരുഷൻ്റെ 12ാമത്തെ വീടാണ്. ഇവർക്ക് ജീവിത പങ്കാളിയായി വരുന്ന ഭാവം അല്ലെങ്കിൽ വീട് 7ാം ഇടമാണ്. അപ്പോൾ മീനം എന്നത് ഗുരുവിൻ്റെ വീടും കന്നി എന്നത് ബുധൻ്റെ വീടുമാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ്. നീയാണോ ഞാനാണോ എന്ന തർക്കമുള്ള രണ്ട് ഗ്രഹങ്ങൾ. കാലപുരുഷൻ്റെ 12ാം വീട് മീനക്കാർക്ക് ലഗ്നമായും കാലപുരുഷൻ്റെ 6ാമത്തെ വീട് ഇവർക്ക് ജീവിത പങ്കാളിയുടെ വീടായും വരുന്നതിനാൽ തീർച്ചയായും ജീവിതത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. മീനം ലഗ്നക്കാരുടെ ജീവിത പങ്കാളിയുടെ സ്ഥാനാധിപതി, അതായത് 7ാം ഇടത്തിൻ്റെ അധിപതിയായ ബുധൻ ഇവരുടെ ലഗ്നമായ മീനത്തിൽ നീചനാകുന്നു. ആയതിനാൽ വിവാഹശേഷം ജീവിത പങ്കാളി കുറച്ച് ആധിപത്യം നഷ്ടപ്പെട്ട ഒരാളായും ജീവിത പങ്കാളിയെ അനുസരിച്ച് പോകുന്ന ഒരാളായിട്ടും കാണപ്പെടുന്നു. ഇത് ദമ്പതികൾക്കിടയിൽ മാത്രമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മീനലഗ്നത്തിലുള്ളവർ വിവാഹം കഴിക്കുന്ന ആൾ ആണായാലും പെണ്ണായാലും നല്ല വിദ്യാഭ്യാസവും കഴിവും ബുദ്ധിസാമർഥ്യവും ധൈര്യവും ഉണ്ടെങ്കിലും അതൊക്കെ മാറി അവർ ഒരു അനുസരണയുള്ള ഒരാളായിട്ടും നല്ല ഒരു ജീവിത പങ്കാളിയായിട്ടും ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന ഒരാളായിട്ടുമായിരിക്കും ഇവരുടെ കൂടെ ജീവിക്കുന്നത്. പിന്നെ മീനലഗ്നക്കാർക്ക് 7ാം ഇടം എന്നത് കാലപുരുഷന് 6ാം ഇടമായി വരുന്നതിനാലും ഇക്കൂട്ടർ ആരോടൊക്കെ ഇടപെട്ടാലും അവരോടൊക്കെ ഒരു പക, വിരോധം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് വെച്ച് പുലർത്തുന്നവരായി കാണാം. ഈ 7ാം വീട് മുഖാന്തിരം വാക്ക് തർക്കങ്ങൾ, സമൂഹവുമായി അഭിപ്രായ വ്യത്യാസം മുതലായവയും ഉണ്ടാകും. ബുധൻ്റെ നക്ഷത്രങ്ങളായ ആയില്യം, കേട്ട, രേവതി ഈ 3 നക്ഷത്രങ്ങളും കാലപുരുഷൻ്റെ 7, 12 വീടുകളിൽ നിൽക്കുന്നു. മീനലഗ്നക്കാർക്ക് ഇത് ധർമ്മ ത്രികോണ ഭാവങ്ങളിൽ വരുന്നു. അതായത് ലഗ്നത്തിൽ രേവതി നക്ഷത്രവും 5ാം ഇടമായ കർക്കിടകത്തിൽ ആയില്യവും 9ാം ഇടത്തിൽ തൃക്കേട്ട നക്ഷത്രവും വരുന്നു. ഈ ഭാവങ്ങൾ കാലപുരുഷ തത്വം അനുസരിച്ച് 4, 7, 12 ഭാവങ്ങളായി മാറുന്നു. അപ്പോൾ വിവാഹബന്ധം ഉറപ്പിച്ച് കഴിയുമ്പോൾ ചില മനക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുതലായവ നേരിടേണ്ടതായി വരും. അതേപോലെ മീനലഗ്നക്കാർക്ക് വരുന്ന ജീവിത പങ്കാളി ബുദ്ധിശാലിയായിരിക്കും. ഇത് 6, 7 വീടുകളായി വരുന്നതിനാൽ തീർച്ചയായും ജീവിത പങ്കാളി വളരെ അധ്വാനിക്കുന്ന ഒരാളുമായിരിക്കും. കൂടാതെ ഈ വീട്ടിൽ സൂര്യൻ്റെ ഉത്തരം നക്ഷത്രം, ചന്ദ്രൻ്റെ അത്തം നക്ഷത്രം,
ചൊവ്വയുടെ ചിത്തിര നക്ഷത്രം എന്നീ 3 നക്ഷത്രങ്ങൾ ഈ 7ാം ഭാവമായ കന്നിയിൽ നിൽക്കുന്നു. ഇത് കൂടാതെ മീനൻ ലഗ്നക്കാർക്ക് സഹോദരങ്ങൾ മൂലം വിവാഹബന്ധം ഉണ്ടാകാനും, മാതാവ് വഴിയുള്ള വിവാഹബന്ധം ഉണ്ടാകാനും, പിതാവ് വഴിയുള്ള ബന്ധത്തിൽ നിന്ന് വിവാഹമുണ്ടാകാനും സാധ്യത കാണുന്നു. ചുരുക്കത്തിൽ ഇവർക്ക് സ്വന്തത്തിൽ നിന്ന് തന്നെയായിരിക്കും വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതൽ. മീനം ഒരു ഇരട്ട രാശിയാണ്. അതിൻ്റെ ചിഹ്നം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 മീനുകൾ പരസ്പരം, ഒരു മീൻ മറ്റൊരു മീനിൻ്റെ വാലിൽ തൊട്ട് നിൽക്കുന്ന പോലെയുള്ള ചിഹ്നമാണ്. ഇത് നമ്മുടെ മോക്ഷത്തെയും പിറവിയുടെ അവസാനത്തെയും പിറവിയുടെ വീണ്ടുമുള്ള ആരംഭത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ജന്മാന്തരങ്ങളായുള്ള വംശമായി വന്ന ജീവിത പങ്കാളി തന്നെ വീണ്ടും വീണ്ടും ഇവർക്ക് വന്നു ചേരുന്നു. ഇത് കാലപുരുഷൻ്റെ മോക്ഷ സ്ഥാനമായതിനാൽ മുൻ ജന്മത്തിൽ ഉണ്ടായിരുന്ന ജീവിത പങ്കാളി തന്നെ ഈ ജന്മത്തിലും വരുന്നു. ബന്ധങ്ങളിൽ നിന്നുള്ള ആലോചനയും വിവാഹത്തിന് ശേഷം വസ്തുവകകൾ ഉണ്ടാകുന്നതും, വീട് വാഹനം ലഭിക്കാനുള്ള യോഗവും, വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മനോവേദനകൾ ഉണ്ടാകുന്നതും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നതും മീന ലഗ്നക്കാർക്ക് സ്വാഭാവികമായി തന്നെ വന്നു ചേരുന്നതാണ്. 6, 12 ഭാവങ്ങളുടെ ബന്ധം കാലപുരുഷ തത്വമനുസരിച്ച് വരുന്നതിനാൽ ദമ്പതികൾക്കിടയിൽ കലഹം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. 2ാം വിവാഹത്തിനുള്ള ചാൻസ് മീനൻ ലഗ്നക്കാർക്ക് വളരെ കൂടുതലാണ്. കൂടാതെ കാലപുരുഷൻ്റെ 7ാം അധിപതിയും കുടുംബാധിപതിയുമായ ശുക്രൻ മീന ലഗ്നത്തിൽ ഉച്ചനാകുന്നതിനാൽ, ഈ ശുക്രൻ 3, 8 ഭാവാധിപതി കൂടിയായതിനാൽ വളരെ യൗവനം അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ജീവിത പങ്കാളി തന്നെ ഇവർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മീനലഗ്നത്തിൽ ശുക്രൻ ഉച്ചനാകുന്നതിനാൽ ഈ കൂട്ടർക്ക് പ്രായം വളരെ കുറവുള്ള ജീവിത പങ്കാളി തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് സെക്സ്, എതിർലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായി ചില വഴിവട്ട ബന്ധങ്ങളും ചില മീനൻ രാശിക്കാർക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ആയതിനാൽ ഈ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്ന 7ാം ഇടത്തിൻ്റെ അധിപതി ബുധൻ നിങ്ങളുടെ ലഗ്നത്തിൽ വന്നു നീചനാകുന്നതും 7ാം ഇടത്തിൽ ഉച്ചനാകുന്നതും നക്ഷത്രനാഥനായി നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുന്നതിനാലും ഒത്തൊരുമയോടെ ഗുണപിരിയാതെ ജീവിക്കണമെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. 2ാം വിവാഹം ഉണ്ടാകാതിരിക്കാൻ മീനലഗ്നക്കാർ പടിഞ്ഞാറ് ദിക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹബന്ധം ഉറപ്പിക്കുന്നത് 2ാം വിവാഹം ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ പെൺകുട്ടികൾ മാത്രമുള്ള, അതായത് വിവാഹം ആലോചിക്കുന്ന വീട്ടിൽ പെൺമക്കൾ മാത്രമുള്ള കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചാൽ 2ാം വിവാഹം തടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു 2-3 പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ നിന്ന് വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ അത് ഒഴിവാക്കി ആൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് വിവാഹം ഉറപ്പിക്കുക. ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് മക്കളായി എല്ലാം ആൺകുട്ടികൾ ആണെങ്കിൽ ആ വീട്ടിൽ നിന്നും വിവാഹം കഴിക്കുന്നതും 2ാം വിവാഹത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഒന്നുകൂടി പറയാം. പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹം ആലോചിക്കുന്നത്, നിങ്ങൾ സ്ത്രീയാണെങ്കിൽ ആൺമക്കൾ മാത്രമുള്ള വീട്ടിൽ നിന്നും, നിങ്ങൾ പുരുഷനാണെങ്കിൽ പെൺമക്കൾ ഉള്ള വീട്ടിൽ നിന്നും വിവാഹം ഉറപ്പിച്ചാൽ 2ാം വിവാഹം ഒഴിഞ്ഞു മാറും. ദമ്പതികൾ തമ്മിലുള്ള അനാവശ്യ വാഗ്വാദം ഉണ്ടാകില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. പൊതുവെ ഉഭയലഗ്നക്കാർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളിയാകരുത്. കാരണം ഇവരുടെ 7ാം ഭാവാധിപതി ബാധകാധിപതിയായി വരുന്നതിനാൽ ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്താൽ പരാജയമായിരിക്കും ഫലം. അതേസമയം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ മാനദണ്ഡം ഒഴിവാക്കാം. എന്നാൽ ഒരു ബിസിനസ്സിൽ പങ്കാളിയാകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് നെഗറ്റീവ് ഫലങ്ങളായിരിക്കും
ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി സമൂഹവുമായി സമുദായവുമായും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പെട്ടെന്ന് പണം ചിലവാക്കുന്ന ലഗ്നങ്ങളിൽ ഒന്നാണ് മീനം. വളരെ വേഗത്തിൽ വന്ന പണം ചിലവാക്കും. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഒരു കൂസലുമില്ലാതെ വന്നു നിൽക്കുന്നത് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാലപുരുഷൻ്റെ 12ാമത്തെ വീടാണ് മീനം. ഇതൊരു വിരയസ്ഥാനമാണ്, ചിലവുകൾ ഉണ്ടാകുന്ന വീടാണ്. കാലപുരുഷൻ്റെ ധനാധിപതിയായ ശുക്രൻ ഉച്ചനാകുന്ന വീടും ഇതാണ്. അപ്പോൾ പണം എത്ര തന്നെ വന്നാലും അത് നിമിഷ നേരം കൊണ്ട് ചിലവാകും. അപ്പോൾ കൈവിട്ട ചിലവുകൾ മീന ലഗ്നക്കാർ നിയന്ത്രിക്കുക. ഒന്നിൽ കൂടുതൽ ജീവിത പങ്കാളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മീന ലഗ്നക്കാർ വളരെ വൈകി വിവാഹം കഴിക്കുന്നതും നല്ലൊരു പരിഹാരമാണ്. ലേറ്റ് മാരേജ് പുരുഷന്മാരാണെങ്കിൽ 31 വയസ്സിന് ശേഷവും സ്ത്രീകളാണെങ്കിൽ ഒരു 27 വയസ്സാകുമ്പോൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. ഇതിനു മുൻപേ വിവാഹം ചെയ്താൽ രണ്ടാം വിവാഹത്തിനുള്ള സാധ്യത കൂടുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും സന്തോഷത്തോടെ കഴിയാനും പടിഞ്ഞാറ് ദിക്കിൽ നിന്നോ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നോ വിവാഹം ഉറപ്പിക്കുക. അതുപോലെ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ ആൺമക്കൾ മാത്രം ഉള്ള വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുക. നിങ്ങൾ പുരുഷനാണെങ്കിൽ പെൺമക്കൾ മാത്രമുള്ള വീട്ടിൽ നിന്നും വിവാഹം കഴിക്കുക. അപ്പോൾ ഈ രണ്ടാം വിവാഹത്തിൻ്റെ സാധ്യത കുറയുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുക. കുറച്ച് സഹിക്കേണ്ടതായി വരും. ചില കാര്യങ്ങൾ ത്യജിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി എത്ര വലിയ ആളായാലും എത്ര പവർഫുള്ളുള്ള ആളായാലും നിങ്ങളെ വിവാഹം കഴിച്ചതിന് ശേഷം ആ പവറൊക്കെ മാറി സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളായി മാറും. 1ഉം 7ഉം പാവങ്ങൾക്ക് ബലം അധികമായാൽ എന്ന തത്വമനുസരിച്ച് 7ാം ഇടമായ കളത്ര സ്ഥാനാധിപതി ബുധൻ നിങ്ങളുടെ ലഗ്നത്തിൽ വന്ന് നീചനാകുന്നതിനാൽ നിങ്ങളെ അനുസരിച്ച് നിങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന, നിങ്ങൾക്കായി ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളി തന്നെയായിരിക്കും വരുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഭാഗ്യശാലിയുമാണ്. 5, 9 ഭാവങ്ങളുടെ നക്ഷത്രനാഥന്മാരായ ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതുകൂടാതെ നിങ്ങളുടെ ലഗ്നത്തിൻ്റെ ശുഭകരമായ നക്ഷത്രങ്ങളും നിങ്ങളുടെ ലഗ്നത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മീനലഗ്നത്തിന് ശുഭകരമായ ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവയുടെ നക്ഷത്രങ്ങൾ 7ാം ഇടത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.